നമസ്കാരം. ഇന്നത്തെ വിഷയം ഭക്തി. എന്താണ് ഭക്തി? നമുക്കറിയാം, ഭഗവാനോടുള്ള അമിത ഇഷ്ടം, ആരാധന, അതാണ് ഭക്തി. പക്ഷേ ഭക്തി പല ഇതിലും വ്യത്യസ്തമാവുന്നുണ്ട്. ഇപ്പോൾ താല്പര്യം വേണം ഭക്തിയോട് താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഭക്തിയൊന്നുമില്ല. ഈ താല്പര്യം ഉള്ളതും ഇല്ലാത്തതിനും വ്യത്യസ്തതയുണ്ട്. ഇപ്പോൾ ഒരു പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവന് ഭക്തിയുണ്ട്, പക്ഷേ എന്തുകൊണ്ട് അമിത താല്പര്യം കാണിക്കുന്നില്ല? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നേരത്തെ ഭക്ഷണമാണ് ഏറ്റവും മുഖ്യം. നേരത്തെ ഭക്ഷണം കണ്ടെത്തുകയാണോ അതോ ഈ ഭക്തിയും സംബന്ധമായ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതാണോ അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? അവനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കണ്ടെത്തലാണ്, വീട്ടിലെ പ്രാരബ്ധങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ അവർക്ക് ഭക്തി ക്ലാസ്സുകളൊന്നും അല്ലെങ്കിൽ അമ്പലങ്ങളിലൊന്നും ദർശിക്കാൻ സമയം തന്നെ കണ്ടെത്തുന്നു വരില്ല. ഉള്ള ആളുകൾക്ക് ഭക്തിയില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവർക്ക് ഭക്തിയുണ്ട്, അവരവർ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കർമ്മത്തിൽ നിന്ന് സമയം കിട്ടുമ്പോൾ അവർ ചെയ്യുന്നു. പട്ടിണി കിടക്കുന്നവന് ഒന്നും തലയിൽ കയറില്ല, അല്ലേ? വയറ് നിറഞ്ഞവനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് തലയിൽ കയറും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ആളുകൾ വരാത്തത്. ഇനി അഥവാ സമയം ഉണ്ടെങ്കിൽ തന്നെയും മറ്റു കാര്യങ്ങളിൽ അവർ താല്പര്യത്തിലേക്ക് അങ്ങനെ വഴിതെറ്റി പോകുന്നു. അങ്ങനെ വഴിതെറ്റി പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എന്താ പറയുക, ആദ്യം നമ്മുടെ പട്ടിണിയും വീട്ടു കാര്യങ്ങൾ മാറ്റുക, പിന്നെ കിട്ടുന്ന സമയം കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാം, അതിനു വേണ്ടി എൻ്റർടൈൻമെൻറ്റും അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. ഭക്തി കാര്യങ്ങളിലേക്ക് പിന്നെ അവർ സ്ഥാനം കൊടുക്കുള്ളൂ. അതങ്ങനെ തന്നെയാണ്. കാരണം അവരത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരങ്ങനെയാണ്. എന്നാൽ ഈ ക്ലാസ്സുകളിൽ വരുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കൂടുതലും വയസ്സായ ആളുകളൊക്കെ ആയിരിക്കും. കൂടുതലും ജീവിതത്തിൽ എല്ലാം നേടിയ ആളുകളോ അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാ പ്രാരബ്ധങ്ങളൊക്കെ കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തിയവരായിരിക്കാം കൂടുതലും വരുന്നത്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താ പറയുക, ഇനി ജീവിച്ചു കഴിഞ്ഞു, ഇനി അങ്ങ് നമ്മൾ പോകുമ്പോൾ ഭക്തി കാര്യങ്ങളൊക്കെ കേട്ട് പുണ്യം കിട്ടും, സ്വർഗത്തിലെത്താം. യഥാർത്ഥത്തിൽ അങ്ങനെ കേൾക്കേണ്ട കാര്യമാണോ പെട്ടെന്ന് ഒരുവന്? അത് കാരണം വെച്ചാൽ താൻ എല്ലാ കാര്യവും തെറ്റാണ്. കാരണം താൻ ചെയ്ത കർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതിന് ബേസ് ചെയ്തിട്ടാണ് തനിക്ക് അത് പുണ്യം സ്വർഗം എന്നുള്ളത് നമുക്ക് അറിയില്ലെങ്കിലും അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ ഇപ്പോൾ ഭക്തി കേട്ടിട്ട് ഒരു കാര്യമില്ല. ഒരുപാട് ക്രൂര സ്വേച്ഛാധിപതികളുണ്ട് ഇന്ന് ഈ ലോകത്ത്, അല്ലെ? ഹിറ്റ്ലർ അടക്കം. അവരൊക്കെ തെറ്റ് ലാസ്റ്റ് വന്നിട്ട് 2 വട്ടം ശബരിമല പോയി, 2 വട്ടം എന്താ പറയുക, ഭഗവാന്റെ വാക്കുകൾ കേട്ട് കുറേ പുണ്യകർമ്മം ചെയ്തുകൊണ്ട് കാര്യമുണ്ട്. തെറ്റ് ചെയ്തത് തന്നെയാണ്. അതിൻ്റെതായ പരിഹാരം കണ്ടെത്തണം. അതിന് പരിഹാരങ്ങളുണ്ട്. അതാ ചെയ്യേണ്ടത്. അല്ലാതെ ഈ വാർദ്ധക്യകാലത്ത് നമ്മൾ ഭക്തി സാധനം കേട്ടുകൊണ്ട് കാര്യമില്ല. ഭക്തി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വരുന്നൊരു ഇഷ്ടമാണ്. എല്ലാം കഴിഞ്ഞു, ഇനി കുറച്ച് ഭക്തി കേൾക്കാം, അതൊക്കെ ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ വളരെ സുഖമല്ലേ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തോന്നിവാസങ്ങളും ചെയ്തിട്ട് വയസ്സാകുമ്പോൾ വന്നിട്ട് ഭഗവാന്റെ നാമസ്മരണ എല്ലാം ഭഗവാൻ എല്ലാം പുറത്തു തരുന്നതാണോ വിചാരം? ഭഗവാൻ പുറത്തു തരുന്നതല്ല, താൻ ചെയ്തത് കർമ്മം താൻ അനുഭവിച്ചേ മതിയാവുള്ളൂ. അത് ഈ ലൈഫിൽ തന്നെ അനുഭവിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അടുത്ത ലൈഫിലേക്ക് ചിലപ്പം പോകണമെന്നില്ല. അതുകൊണ്ട് അത് ഭക്തി എന്ന് പറയുന്നത് ഒരു നമ്മുടെ താല്പര്യമാണ്. അത് 1 സെക്കൻഡ് 1 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. ഈ വലിയ 2 മണിക്കൂർ വീതമുള്ള ക്ലാസ്സുകളിലൊന്നും അങ്ങനെ ഇരുന്ന് നമ്മളെ താല്പര്യം കാണിക്കണമെന്നില്ല. പക്ഷെ അത് കാണിക്കുന്നതും തെറ്റല്ല. നമുക്ക് സമയം ഉണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഇഷ്ടം പോലെ കുറച്ച് സമയം കിട്ടി, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നേരെ മറിച്ച് എനിക്ക് സംബന്ധിച്ചിടത്തോളം ജോലി ഭയങ്കര തിരക്കായിരുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോ കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. ഇനി അടുത്ത സമയം വരുമ്പേ ചെയ്യുള്ളൂ. അങ്ങനെ എല്ലാവരും ചെയ്യുന്നത് തന്നെ. അതുപോലെ ഭക്തി ക്ലാസ്സുകളിൽ നാട്ടുകാർ ഇത് ബോധിപ്പിക്കാനായിട്ട് ഒത്തിരി പേര് വന്നിരിക്കും, ഞാൻ ഇതാണ്. അപ്പോൾ അവരവരുടെ ധാരണ തെറ്റാണ്. ഇങ്ങനെ എന്താ പറയുക, ആളുകളെ കാണിക്കാൻ വേണ്ടി വന്നിട്ട് ഞാൻ ഭക്തിയുടെ അതാണ് അതൊക്കെ വെറും ശുദ്ധ. ആരെ ബോധിപ്പിക്കാനാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്? നമ്മുടെ ഉള്ളിനുള്ളിലുള്ള മനസാക്ഷിയാണ് നമ്മൾ ബോധിപ്പിക്കേണ്ടത്, യഥാർത്ഥ ഭക്തനാണോ ഇല്ലയോ. മറ്റുള്ള നാട്ടുകാരെ എല്ലാവരെയും ബോധിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അങ്ങനെയൊന്നും ഇത് നാട്ടുകാർക്ക് അവൻ ഭക്തനാണെന്ന് അവർ വിചാരിക്കും. പക്ഷേ യഥാർത്ഥത ആണോ?
അല്ല. യഥാർത്ഥത്തിൽ നമ്മൾ കാപഠ്യമാണ് കാണിക്കുന്നത്. പിന്നെ അങ്ങനെ പണക്കാരൻ പാവപ്പെട്ടവൻ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ 24 മണിക്കൂറും ഭജന ജപിച്ചാലോ ദൈവത്തിന് കൂടുതൽ സംതൃപ്തിയാവും. അങ്ങനെയൊരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ മനസ്സിലുള്ളത്. യഥാർത്ഥത്തിൽ ഉള്ളിനുള്ളിൽ നമ്മൾ യഥാർത്ഥമായിട്ട് ആ ദൈവത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത്. അപ്പോൾ നമ്മളെ തന്നെയാണ് ബോധിപ്പിക്കേണ്ടത്. മറ്റുള്ളവരെ കാണിക്കാൻ താൻ ചെയ്ത തെറ്റുകൾ ഒരു നിമിഷം എന്താണെന്ന് തനിക്ക് ബോധ്യം ഉണ്ടാവണം. അപ്പോൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പറയുക, ഒത്തിരി തെറ്റ് ചെയ്ത് വന്നിട്ട് അവസാനം വന്നിട്ട് കുറച്ച് നല്ല പ്രവൃത്തികളും ചെയ്യും. ഭക്തി ക്ലാസ്സിൽ വന്നിട്ട് ദൈവമാണ്, ദൈവത്തിന് വേണ്ടി കുറേ പൂജ അർച്ചനയൊക്കെ നടത്തും. അതൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? ആരെ ബോധിപ്പിക്കാനാണ്? അങ്ങനെ നാട്ടുകാർ നീ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ഉള്ളിൻ്റെ മനസാക്ഷിക്കറിയാം നമ്മൾ എന്തൊക്കെ തെറ്റാണ് ചെയ്തതെന്ന്, നമ്മൾ എന്തൊക്കെയാണ് കർമ്മ ചെയ്തതെന്ന്. ആ മനസാക്ഷിയെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും? ഈ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വളരെ സിമ്പിളാണ്. ഭക്തി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഷോ ആയി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ ഈ ഭക്തി ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ തൻ്റെ ഇതൊക്കെ പോകുന്നു, താമ്പിൽ, അത് വെറും കാപഠ്യം നിറഞ്ഞ ഇതാണ്. അതിന് പകരം പാവങ്ങളെ സഹായിക്കുകയോ പാവങ്ങളെ ഭക്തി മാർഗത്തിൽ കൊണ്ടെത്തിക്കുകയോ ചെയ്താൽ അത് വലിയ കാര്യമാണ്. പാവങ്ങളെ പട്ടിണി അങ്ങ് മാറ്റിക്കഴിഞ്ഞ് അവരെ ഈ ക്ലാസ്സുകളിൽ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും വലിയ ഹീറോയിസം. അതല്ലേ ചെയ്യേണ്ടത്. പണ്ട് പലവരും പറയുന്നുണ്ട് പട്ടിണി മാറ്റുന്നവനാണ് യഥാർത്ഥ ദൈവം എന്നൊക്കെ. ആണ്. നീ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് പണ്ടല്ല, സഹായിക്കുന്നവനും പട്ടിണി മാറ്റുന്നവനാണ് യഥാർത്ഥ നല്ലത്. അല്ലാതെ കുറേ ഭക്തി കാണിച്ച് നടന്നിട്ട് ഒന്നും കാര്യമില്ല. ഭക്തി നമ്മുടെ ഉള്ളിനുള്ളിലാണ് വേണ്ടത്. അത് ഈശ്വരനോടാണ് വേണ്ടത്, നാട്ടുകാരോടും ഇതുമല്ല. ഇതൊക്കെ എൻ്റെ ഒരു തോന്നലാണ്. ഇത് ഞാൻ ആരും അധിക്ഷേപിക്കുന്നതല്ല ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് അവരെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം, അതൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ബോധ്യമാവണം നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ തെറ്റ് ചെയ്തു. അതിനൊരിക്കലും ഒരു ഭക്തി മാർഗം പരിഹാരമല്ല. ആ തെറ്റ് ചെയ്തതിന് എന്താണോ ചെയ്തത് അതിന് കണക്കായ സൊല്യൂഷൻ കണ്ടെത്തണം. ഒരുപാട് പേരെ നമ്മൾ ദ്രോഹിച്ചിട്ട് ശബരിമല പോയി കഴിഞ്ഞാൽ പകുതി പാപം പോകും. അയ്യോ, അത് നമ്മൾ സുഖമല്ലേ? 6 മാസം നമ്മൾ പല അക്രമവും ചെയ്യാം, എന്നിട്ട് ബാക്കി ഒരു മാസം അങ്ങ് മലക്ക് പോയി വന്നു കഴിഞ്ഞാൽ എല്ലാ പാവവും പോവും. അതിപ്പോൾ സുഖമല്ല. അപ്പോൾ പാപം ചെയ്യാനുള്ള ഇതാണ് നമുക്കതിൽ കൂടുന്നത്. അങ്ങനെയല്ല. അത് യഥാർത്ഥ ഭക്തി അതല്ല. അപ്പോൾ യഥാർത്ഥ ഭക്തി ഈശ്വരനുള്ളിൽ ശരിക്കുള്ള ഉള്ളിൽ തട്ടിയ ഒരു സ്നേഹമായിരിക്കണം. അത് ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ അയോധ്യയിൽ ഇതിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ വാരണാസിയൊക്കെ പോയപ്പോൾ ഉള്ളിനുള്ളിൽ ഭയങ്കര ഇത് കാണാനുള്ളൊരു ഇതുണ്ട്. നമ്മളിതൊരു എന്താ പറയുക, ഈ സെലിബ്രിറ്റീനെ മോഹൻലാലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭക്തിപൂർവ്വം ഭയങ്കര ആ ഒരു സെലിബ്രിറ്റിയോട് കാണിക്കുന്ന ഒരു ആരാധന ദൈവത്തോട് ഉണ്ടാവണം. പക്ഷെ അതിന് നമ്മുടെ എന്താ പറയുക, പട്ടിണിയൊക്കെ നമ്മുടെ മനസ്സൊക്കെ നിറഞ്ഞിരിക്കണം. എന്നാലും നമുക്ക് അതിൽ സമയം കണ്ടെത്താനും പറ്റും. അപ്പോൾ അതും വലിയൊരു ഫാക്ടറാണ്. അവരെ പട്ടിണി സംബന്ധിച്ചിടത്തോളം പട്ടിണി കിടക്കുന്നവന് ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവർക്ക് കിട്ടുന്ന ഒരു സെക്കൻഡ് അവർ ശരിക്കും പറഞ്ഞാൽ ഭഗവാനെ ഭയങ്കര ആരാധിക്കുന്നുണ്ടാവും, ഇല്ലേ? നമ്മൾ കാണുന്നില്ലേ കാവിലൊക്കെ ഭയങ്കരമായിട്ട് അവർ ഒരു കർമ്മം ചെയ്തിട്ട് പോകുന്നത്. കാരണം കാവിലോ അമ്പലങ്ങളോ അത് ചെയ്തു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഭക്തിയാണ്. അത് തെറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വരനെ ഭയങ്കര ആരാധിക്കണം.